ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ സെൽഫ് ലവിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങളാണ്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയൊക്കെയാണ്. അപ്പോൾ ഇതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ കോച്ചൊന്നും അല്ല, ഞാൻ ഇത് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ടീച്ചറൊന്നും അല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ സെൽഫ് ലവിനെ കുറിച്ച് ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്നത് ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് സെൽഫ് ലവ് എന്താണ് എന്നുള്ളത്, അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. അപ്പോൾ സെൽഫ് ലവ്, സെൽഫിഷ്, സെൽഫ്ലെസ് എന്ന് പറയുന്ന ഈ 3 വേർഡുകൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സെൽഫ് റെസ്പെക്റ്റിനെ പറ്റി, സെൽഫ് ലവിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാകുള്ളൂ. കാര്യം ഇതുവരെയും നമ്മളൊക്കെ ചിന്തിക്കുന്ന, നമ്മുടെ തലമുറയിലുള്ള ആൾക്കാരൊക്കെ ചിന്തിച്ചിരുന്നത് സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറയുന്നത് സെൽഫിഷാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ തലമുറയൊക്കെ പറയാം, അവൾ എന്തൊരു സെൽഫിഷാണ്, സ്വന്തം കാര്യം മാത്രം നോക്കും, സ്വന്തം കാര്യം നോക്കുന്ന സെൽഫിഷാണ്. ആ ഒരു രീതിയിൽ പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സെൽഫ് ലവ് എന്ന് പറയുന്നത് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ നമുക്കൊന്നും സ്വന്തമായിട്ട് സ്നേഹിക്കുന്നതിനെക്കുറിച്ച് അതൊരു നല്ല കാര്യമാണെന്ന് പോയിട്ട് അതൊരു പാപമാണ് എന്ന് ചിന്തിച്ച് വളർന്ന തലമുറയിലെ ഒരാളാണ് ഞാൻ. അപ്പം സെൽഫ് ലവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, സെൽഫ് ലവ് എന്നാൽ സെൽഫിഷ് അല്ല, സെൽഫ്ലെസ്സും അല്ല. അതായത് ഇപ്പോൾ എൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാനും എൻ്റെ മക്കളും കൂടി മുന്നേ ഒരു 10 വർഷത്തിന് മുമ്പേയൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകും ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ധാരാളം റെസ്റ്റോറൻറ്റ്സിൽ പോയി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാനും മക്കളും കൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ മെനു കൊണ്ടുവരുമ്പോൾ മെനു നോക്കുന്നത് ഈ 2 മക്കളുമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഡിഷ് മാത്രമായിരിക്കും ഓർഡർ ചെയ്യുക. അപ്പോൾ ആ ഒരു ഡിഷ് ആരുടെ ഇഷ്ടപ്രകാരമായിരിക്കും, ഈ 2 മക്കളിൽ മാറിയും തിരിഞ്ഞും ടേൺ എടുത്ത് വരും. ആദ്യത്തെ തവണ ഒരാളെടുക്കും, അടുത്ത തവണ അടുത്ത ആളെടുക്കും. അല്ലാതെ ഞാൻ എന്ന വ്യക്തി അവിടെ സൈലൻ്റാണ്. എനിക്കങ്ങനെ ഇഷ്ടമുണ്ടെന്നോ ഒന്നും എനിക്കും അറിഞ്ഞുകൂടാ, മക്കൾക്കും അറിയില്ല. അപ്പോൾ അവർ രണ്ടുപേരും എന്താണ് ഓർഡർ ചെയ്യുന്നത് അതിൽ ഒരു പങ്ക് ഞാൻ കഴിക്കും എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കും, നമ്മൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഐസ്ക്രീം കിട്ടിയാൽ മക്കൾക്ക് കൊടുക്കുന്നു. അതെല്ലാം ഒരു അമ്മയുടെ സ്നേഹം എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമുക്കായിട്ടൊന്നും കരുതാൻ പാടില്ല അല്ലെങ്കിൽ നമുക്കായിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തോന്നലും കൂടെയാണ്. അപ്പോൾ അതാണ് ശരിക്കും സെൽഫ്ലെസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ടി ജീവിക്കാതിരിക്കുന്ന ഒരവസ്ഥ, നമുക്ക് വേണ്ടി ഒരുങ്ങാതിരിക്കുക, നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക, നമുക്കിഷ്ടമുള്ള ഒരു കാര്യങ്ങളും നമ്മൾക്കെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം വീട്ടിൽ ആരുമില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേണമെങ്കിൽ പട്ടിണി കിടക്കും, നമുക്ക് വേണ്ടി നമ്മൾ ഫുഡ് ഉണ്ടാക്കില്ല. അതേസമയം മക്കളുണ്ടെങ്കിൽ എത്ര വയ്യാതെ കിടന്നാലും നമ്മൾ എഴുന്നേറ്റ് പോയി ഫുഡ് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ തന്നെ ഇഗ്നോർ ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് മക്കൾ എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവർ എന്നെ സ്നേഹിക്കണം, എൻ്റെ ഫ്രണ്ട്സ് എന്നെ സ്നേഹിക്കണം, ബന്ധുക്കൾ സ്നേഹിക്കണം, അമ്മ സ്നേഹിക്കണം, അച്ഛൻ സ്നേഹിക്കണം, ബാക്കിയുള്ള എല്ലാവരും എന്നെ സ്നേഹിച്ചോണം, പക്ഷെ ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ല. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് ഞാൻ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഞാൻ മക്കളുമായിട്ട് ഹോട്ടലിൽ പോകുമ്പോൾ മെനു കൊണ്ടുവരുമ്പം എനിക്കിന്ന ഇത് വേണമെന്ന് ഞാൻ ഓർഡർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ കുടുംബമായിട്ടൊക്കെ പോകുമ്പോൾ മക്കൾ ചോദിക്കും, മമ്മിക്ക് എന്താ വേണ്ടേ, അവർക്ക് എന്താ വേണ്ടേ, ഇവർക്ക് എന്താ വേണ്ടേ. ആ ഒരു എനിക്ക് എന്നൊരു സ്പേസ് കിട്ടിയത് ഞാൻ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഇപ്പോൾ കടയിൽ പോയി നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോയി, നേരത്തെയൊക്കെ ആണെങ്കിൽ മോനെടുക്കും, മോക്കെടുക്കും, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ പൈസ തികയണമെന്നില്ല, എടുക്കില്ല. അതേസമയം ഇപ്പോഴാണ് പോകുന്നതെങ്കിൽ ഞാൻ ആദ്യം പോയി എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് എടുക്കും. എനിക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ എടുക്കും.
അതുകൊണ്ട് മക്കൾക്ക് കൊടുക്കില്ല എന്നോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ നമ്മളെ കൂടി സ്നേഹിക്കുന്നു എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ. ഇതിനെ നമുക്ക് സെൽഫിഷ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സെൽഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ ഒരു ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനും എക്സാമ്പിൾ, എൻ്റെ മക്കളും കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ ആണ് അതിൽ സെൽഫിഷായിട്ടുള്ള ഒരാളെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്കിഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ പോകും. എൻ്റെ മക്കളോടോ അല്ലെങ്കിൽ ഒരു കുടുംബനാഥനാണെങ്കിൽ ഭാര്യയോടോ ആരോടോ അഭിപ്രായം ചോദിക്കില്ല. എനിക്കിഷ്ടമുള്ള റെസ്റ്റോറൻറ്റ് ഇന്നതാണ്, അവിടെ നേരെ പോകുന്നു. അവിടെ പോയി ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ പോലും മക്കൾക്ക് എന്ത് വേണമെന്ന് നമ്മൾ ചോദിക്കുന്നില്ല. എനിക്കെന്താണ് വേണ്ടത്, എനിക്ക് ബിരിയാണി വേണം, ഉടനെ ഞാൻ 3 ബിരിയാണി. ഈ മക്കൾക്ക് വേണമെന്നോ അല്ലെങ്കിൽ പാർട്ട്ണർക്ക് വേണമെന്നോ അല്ലെങ്കിൽ നമ്മൾ 5 പേരുള്ള ഒരു ഗ്രൂപ്പിൽ ബാക്കി 4 പേർക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങളോ ഒന്നും തിരക്കാതെ ഏതൊരു സിറ്റുവേഷനിലും എൻ്റെ ഇഷ്ടം മാത്രം നോക്കുന്നതാണ് സെൽഫിഷ് എന്ന് പറയുന്നത്. അതും സെൽഫ് ലവും തമ്മിൽ വ്യത്യാസമുണ്ട്. 5 പേരുള്ള ഒരു ഗ്രൂപ്പിൽ 5-ൽ ഒരാൾക്ക് കിട്ടേണ്ട തുല്യ അവകാശം, 5 പേർക്കും കിട്ടേണ്ട തുല്യ അവകാശമാണ് നമ്മളുടെ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതേസമയം സെൽഫിഷ് എന്ന് പറയുന്നത് ഈ 5 പേരുടെയും കൂടെ അവകാശം ഒറ്റൊരാൾ കൈയടക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ കാണിച്ചാലേ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ ഒരു സദസ്സിൽ ചെന്നിരിക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്നു, നമ്മളവിടെ അയ്യോ എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് മാറിയിരുന്ന് കരയുകയാണെങ്കിൽ നമ്മളെ പിന്നും അവരിത് തന്നെ ചെയ്യും. അതേസമയം നോ, എന്നെ അങ്ങനെ പറയാൻ പാടില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരത് പറയില്ല, അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളാണ് നമ്മളെ ആദ്യം റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. നമ്മളാണ് നമുക്കൊരു സ്പേസ് കണ്ടെത്തേണ്ടത്. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എവിടെ ആയാലും എൻ്റെ സ്പേസ്, എനിക്കിത്ര അവകാശമുണ്ട് ഈ സ്പേസിന് എന്നുള്ളതാണ്. അതായത് ഒരു റോഡ്, ഒരു ചെറിയൊരു റോഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്ക് പോകാം. അപ്പം നമുക്കതിൻ്റെ പകുതി അവകാശപ്പെട്ടതാണ്. ആ പകുതി നമുക്ക് വേണം, നമ്മളുടെയും കൂടിയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, പകുതി നമ്മുടെയാണ്. അല്ലെങ്കിൽ അതിൽ ഇത്ര % അങ്ങനെ കണക്ക് പറയുകയല്ല, കണക്കല്ല, പക്ഷെ നമ്മളുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ നമ്മളുടെ സ്പേസ് നിർബന്ധമായിട്ട് നമുക്ക് കിട്ടണം. അതിന് നമ്മളാണ് നമ്മളെ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ വേറെ ആരും നമുക്ക് വേണ്ടി വരില്ല. ഇതാണ് സെൽഫിഷും സെൽഫ് ലവും സെൽഫ് ലെസ്സും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. സെൽഫ് ലെസ്സായിട്ടുള്ള ഒരാൾ ഇപ്പോൾ എത്രയോ മരുമക്കൾ വീട്ടിൽ കിടന്ന് വെറുതെ എല്ലാ ജോലിയും ചെയ്ത് എല്ലാവരെയും സെർവ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. ആരവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു? ആരും അവർക്ക് എന്തെങ്കിലും വേണമെന്ന് പോലും ചോദിക്കാറില്ല. എന്തുകൊണ്ട്? അത് ആ കുട്ടിയെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, ആ കുട്ടി അതിനെ സ്നേഹിക്കുന്നില്ല. അപ്പം നമ്മളെ സ്നേഹിച്ചാൽ മറ്റുള്ളവരും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മളാണ് നമ്മളെ ആദ്യമായിട്ട് സ്നേഹിക്കേണ്ടത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ തിരിച്ചറിവ് കിട്ടിയതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഞാൻ എന്ന വ്യക്തിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുവരെ എന്തോന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ച് പോകണം എന്നുള്ളൊരു തോട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. പണ്ട് ഞാൻ എൻ്റെ വീടെന്ന് പറയുന്നത്, എൻ്റെ അതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നതൊക്കെ ഒരു തെറ്റായ വാക്കുകളായിട്ടായിരുന്നു നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ അടിക്കും. എൻ്റെ എന്ന് പറയാൻ പാടില്ല, നമ്മുടെ എന്ന് പറയണം. അങ്ങനെയാണ്. വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം എൻ്റെ എന്ന് പറഞ്ഞാൽ അല്ല, എൻ്റെ അല്ല, നമ്മുടെ, അങ്ങനെയാണ്. പക്ഷെ അല്ല, എൻ്റെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരുടെയും എന്നുള്ളത്. അല്ലാതെ വേറൊരാളുടെ ഒരു അവകാശത്തെ ഹനിക്കുന്നതല്ല. ഇപ്പോൾ എൻ്റെ വീട് എൻ്റെ മക്കളുടെയും വീട്, അങ്ങനെയാണ്. അല്ലാതെ എൻ്റെ മാത്രമോ അല്ലെങ്കിൽ എനിക്കില്ലായ്കയോ ഒന്നുമല്ല. നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. ആ സ്പേസ് നമുക്കുണ്ടാകണം. അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ കൊടുത്താലേ, സെൽഫ് ലവ് നമ്മൾ ചെയ്താലേ നമുക്കും മറ്റുള്ളവരിൽ നിന്ന് ലവും റെസ്പെക്റ്റും കിട്ടുകയുള്ളൂ. അതൊരു സത്യമാണ്. നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് 50+കാർക്ക് നമ്മൾ ജീവിച്ച് വളർന്ന ഒരു സാഹചര്യത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്
വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള 2-3 ടെക്നിക്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സെൽഫ് ലവ് ഉള്ള ഒരാളാണോ എന്ന് നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു നമുക്ക് വേണ്ടി റീസെൻ്റായിട്ട് 2025 നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്ത ഒരു 5 കാര്യം നമ്മൾ എഴുതുക. നമുക്കൊരു ഗിഫ്റ്റ് കൊടുത്തോ, നമുക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയോ, നമുക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയോ, അല്ലെ നമുക്ക് വേണ്ടി മാത്രമായിട്ടെന്നല്ല, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള അതല്ലാണ്ട് പേഴ്സണൽ ആവശ്യത്തിന് എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ എന്തൊക്കെ വാങ്ങി, എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ എന്തൊക്കെ ചെയ്തു, ഞാൻ ടൂറ് പോയോ, എൻ്റെ സന്തോഷത്തിന് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊരു 5 കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ട്. 5 എണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ സെൽഫ് ലവിൻ്റെ പാതയിലാണ്. അതേസമയം നമുക്ക് 10 കാര്യങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ, നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ എത്ര ശ്രമിച്ചു, എന്തൊക്കെ ചെയ്തു എന്ന് ഒരു കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സെൽഫ് ലവ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് തീരെ സെൽഫ് ലവ് ഇല്ലാത്തവർക്ക് മിറർ വെച്ചിട്ട്, നമുക്ക് ആദ്യമൊക്കെ മിററിലൂടെ നമ്മളെ കാണാൻ വലിയ പാടായിരിക്കും. നമ്മളെ നോക്കി മിറർ എടുത്ത് വെച്ചിട്ട് നമുക്ക് മിററിൽ നമ്മുടെ കണ്ണിൽ നോക്കിയിട്ട് ഐ ലവ് യു, ഇപ്പോൾ പേര് പറഞ്ഞിട്ട്, ഇപ്പം എൻ്റെ പേര് റെജീന ആയതുകൊണ്ട് ഐ ലവ് യു റെജീന. ഇപ്പോൾ ഒരാളുടെ പേര് സിന്ധു ആണെങ്കിൽ ഐ ലവ് യു സിന്ധു, യു ആർ സോ അമേസിങ്, യു ആർ സോ ബ്യൂട്ടിഫുൾ. നമുക്ക് പറയാൻ ഭയങ്കര ഓക്വേർഡായിരിക്കും, ഭയങ്കര ക്രിഞ്ചായിട്ടൊക്കെ തോന്നും. പക്ഷേ കുറേ നമ്മൾ പറഞ്ഞു വന്നാൽ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും. നമുക്ക് ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന അത്രയും എളുപ്പമല്ല സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയോ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് അപ്പോൾ നിരന്തരം നമ്മൾ മിററിൽ നോക്കി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഫ്ലാറ്റിലാണ്. അപ്പോൾ ലിഫ്റ്റിൽ കയറുമ്പോൾ വലിയ മിററുണ്ട്. അപ്പോൾ ഞാൻ ആ ലിഫ്റ്റിൽ എപ്പോഴൊക്കെ കയറുന്നു അപ്പോഴൊക്കെ ഞാൻ മിററിൽ നോക്കി എൻ്റെ അടുത്ത് യു ആർ സോ അമേസിങ്, യു ആർ സോ ടാലൻറ്റഡ്, അങ്ങനെ ഞാനിങ്ങനെ പറയുമായിരുന്നു. എപ്പോഴും ഞാനത് പറയും. അപ്പോൾ ഇപ്പോൾ എനിക്ക് എന്നെ മിററിൽ കണ്ടാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്കങ്ങനെ ആദ്യം തോന്നുന്ന ആ ഒരു ഇതൊന്നും എനിക്ക് തോന്നാറില്ല. ഞാൻ എന്നോട് മിററിലൂടെ എന്നോട് സംസാരിക്കാറുണ്ട്. ഞാൻ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാറുണ്ട്. എന്നെ ഞാൻ കുറേ പുകഴ്ത്തിയൊക്കെ പറയാറുണ്ട്. പിന്നെ നമുക്ക് അഫർമേഷൻസ് പറയാം. ഐ ആം ചേർത്ത് വരുന്ന എല്ലാം സെൽഫ് അഫർമേഷൻസ് ആണ്. ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം വെൽത്തി, ഐ ആം ഹെൽത്തി. അങ്ങനെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിലാണോ വീക്ക്, ഇപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റ് കുറഞ്ഞ ഒരാളാണെങ്കിൽ എനിക്ക് സ്വയം അറിയാം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ നിരന്തരം ഐ ആം കോൺഫിഡൻറ്റ്, അതായത് നമുക്ക് ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നിരന്തരം പറയുന്നത്. യഥാർത്ഥത്തിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ കാട്ടിയും നമുക്ക് വിശ്വസിക്കാൻ പാട് ബോധ മനസ്സിനാണ്. കാര്യം നമ്മൾ കോൺഫിഡൻ്റ് അല്ല എന്ന് ആദ്യം അറിയുന്നത് ബോധ മനസ്സിനാണ്. നമ്മളിപ്പം കടത്തിലും ബുദ്ധിമുട്ടിലും ഇരിക്കുന്ന ഒരാൾ, അയാൾ സ്വയം പറയുകയാണ് ഐ ആം വെൽത്തി എന്ന് പറഞ്ഞാൽ അയാളുടെ ബോധ മനസ്സ് സമ്മതിക്കുമോ? നാളെ അവർ കടം വാങ്ങിക്കാൻ വരും. ഞാനിങ്ങനെ ഐ ആം വെൽത്തി എന്ന് പറഞ്ഞ് അപ്പുറത്ത് അവർ നാളെ വരും, അവർക്ക് കൊടുക്കാനുള്ള പൈസയ്ക്ക് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വെൽത്തി അല്ലല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ബോധ മനസ്സ് സമ്മതിക്കുന്ന ഒരു കാര്യം മാത്രമേ നമ്മൾ അഫർമേഷൻ പറഞ്ഞാലും മാനിഫെസ്റ്റേഷൻ പറഞ്ഞാലും വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ ഉപബോധ മനസ്സ്, നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഉപബോധ മനസ്സിന് ബുദ്ധിയില്ല, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഉപബോധ മനസ്സ് അങ്ങ് വിശ്വസിക്കും എന്ന് പറയുന്നതിൽ സത്യമുണ്ട്. പക്ഷേ ഉപബോധ മനസ്സ് വിശ്വസിച്ചാലും അവിടെ കാവൽക്കാരനായിട്ട് നമ്മളുടെ ബോധ മനസ്സുണ്ട്. ഉപബോധ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന അഫർമേഷൻ എത്തണമെങ്കിൽ ബോധ മനസ്സ് സമ്മതിക്കണം, നീ കയറിപ്പോ എന്ന് പറയണം, എന്നാലേ ഇത് ഉപബോധ മനസ്സിലെത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം വിശ്വസിപ്പിക്കേണ്ടത് നമ്മളുടെ ബോധ മനസ്സിനെയാണ്. ഐ ആം വെൽത്തി എന്നിങ്ങനെ പറഞ്ഞ് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളുടെ ബോധ മനസ്സ്
ഓക്കെ എന്നാൽ കയറിപ്പോ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ ഈ തോട്ട് ഉപബോധ മനസ്സിലേക്ക് എത്തുകയും അത് വർക്ക് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ഇതൊക്കെ വെറുതെ ആണ്, ഇങ്ങനെയൊന്നും നടക്കൂല, ഞാൻ എത്രയോ തവണ പറഞ്ഞു എനിക്കിതൊന്നും നടക്കുന്നില്ല എന്ന് പറയും. അതായത് അവരുടെ ബോധ മനസ്സിൽ അവർ വിശ്വസിക്കുന്നില്ല. ബോധ മനസ്സ് വിശ്വസിക്കാത്ത ഒരു കാര്യവും ഉപബോധ മനസ്സിലേക്ക് എത്തില്ല. മനസ്സിലായോ? അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റായിട്ട് എന്ത് ചെയ്താലും അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ സ്വയം മാറണം. നമ്മൾ ഓക്കെ രക്ഷപ്പെടും. അങ്ങനെ നമ്മളിപ്പം ഐ ആം വെൽത്തി എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഐ ആം ഗോയിങ് ടു ബി വെൽത്തി എന്ന് പറയാം. ഞാൻ പണക്കാരിയായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയാം. അങ്ങനത്തെ സെൻറ്റൻസ് ഉപയോഗിക്കാം. ഇപ്പം അസുഖമുള്ള ഒരാൾക്ക് ഐ ആം ഹെൽത്തി എന്ന് പറയുമ്പം ബോധ മനസ്സ് വിശ്വസിക്കൂല. പക്ഷേ ഐ ആം ഗോയിങ് ടു ബി ഹെൽത്തി, ഞാൻ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് 100 തവണ പറയാം. ഞാൻ സുഖപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നിങ്ങനെ നമ്മൾ മന്ത്രം ജപിക്കുന്നത് പോലെ ജപിക്കുന്നതിനാണ് നമ്മൾ അഫർമേഷൻ പറയുക എന്ന് പറയാം. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അഫർമേഷൻ. ഉറപ്പായിട്ട് വർക്ക് ചെയ്യും. എൻ്റെ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ അഫർമേഷനിലൂടെ ഒരുപാട് വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സക്സസ് കിട്ടിയ ഒരു ടെക്നിക്കാണ് അഫർമേഷൻ. അത് നമ്മളെ മെൻ്റലി നമ്മളെ ഒത്തിരി കോൺഫിഡൻസ് തരും. നമുക്കതിങ്ങനെ നിരന്തരം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു സ്റ്റേജൊക്കെ കഴിയുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് വിശ്വസിച്ച് തുടങ്ങും വരുമായിരിക്കും എന്നുള്ളത്. ആദ്യമൊന്നും വിശ്വസിക്കില്ല. ബുദ്ധിമുട്ടാണ് നമ്മളെ ബോധ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ. ഈ ബോധ മനസ്സ് വിശ്വസിക്കുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് അത് വർക്കാകാൻ തുടങ്ങും. ആ ഒരു ഡിലേ കാരണമാണ് ഒരുപാട് ആൾക്കാർ ഇത് വെച്ചുപേക്ഷിക്കുന്നത്. പകുതി വഴിയിൽ വെച്ചുപേക്ഷിക്കും. ഇതൊന്നും നടക്കൂല, കാര്യം അവർ ബോധ മനസ്സ് സമ്മതിക്കുന്നില്ല. അവരെത്ര ക്ലാസ് അറ്റൻഡ് ചെയ്യും, എല്ലാം എഴുതി പഠിക്കും, എല്ലാം ചെയ്യും. പക്ഷേ അവരുടെ ബോധ മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ആദ്യം വിശ്വസിപ്പിക്കേണ്ടത് നമ്മളുടെ ബോധ മനസ്സിനെയാണ്. നമ്മളെ തന്നെ നമ്മൾ വിശ്വസിപ്പിക്കണം. ഞാൻ സുന്ദരിയാണ്, അപ്പോൾ ഞാനിങ്ങനെ ഇതിൽ നോക്കിയിട്ട് ഇതെന്തോന്ന് ഇതിനെയൊക്കെ സുന്ദരി എന്ന് പറയുമോ എന്ന് എനിക്ക് ബോധ മനസ്സിൽ തോന്നും. പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ്? ഐ ആം ബ്യൂട്ടിഫുൾ. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഭയങ്കര തെറ്റായ ഒരു കാര്യം ഒരിക്കലും സ്വീകരിക്കില്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ സുന്ദരിയായി മാറിക്കൊണ്ടേ. അപ്പോൾ നമ്മുടെ ബോധ മനസ്സിന് വലിയ കുഴപ്പമില്ല. ഫ്യൂച്ചറിലാണല്ലോ. പക്ഷേ ഞാൻ സുന്ദരി ആകും എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ പറയാൻ പാടില്ല. ഫ്യൂച്ചർ ടെൻസിൽ പറയാൻ പാടില്ല. സുന്ദരി ആകും എന്ന് പറയുന്നത് തെറ്റാണ്. സുന്ദരി ആയിക്കൊണ്ടേയിരിക്കുന്നു, ആ പ്രോസസ്സിലാണ് എന്ന് പറയാം. അപ്പോൾ ഈ സെൽഫ് അഫർമേഷൻ വിശ്വാസം ഇല്ലാത്തവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബോധ മനസ്സിനൊരു തോട്ടുണ്ട്, നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ എത്താൻ തുടങ്ങുകയാണ് എന്നുള്ളത്. അപ്പം നമ്മളുടെ ബോധ മനസ്സിനൊരു വിശ്വാസം വരാം, നമുക്ക് ബാധ്യതയൊക്കെ മാറാൻ പോവുകയാണ് എന്നുള്ളത്. പതുക്കെ വിശ്വാസം വരുമ്പോൾ വർക്ക് ചെയ്യും. അല്ലാതെ ഒറ്റയടിക്കൊന്നും ഒരു ടെക്നിക്കും വർക്ക് ചെയ്യില്ല. നമ്മൾ വിശ്വസിക്കാതെ ഒന്നും വർക്ക് ചെയ്യില്ല. ആ വിശ്വസിപ്പിക്കുന്ന കാര്യവും വലിയ പാടാണ്. നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ ഇത്രയും കാലവർഷം വേറൊരു വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് വാവ് നമ്മൾ അമേസിങ് ആണ് എന്നൊന്ന് പറഞ്ഞാലൊന്നും നമ്മുടെ ബോധ മനസ്സ് പറയാം എവിടാ അല്ല എന്ന് പറയാം. അപ്പം പക്ഷെ അതിന് നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് എപ്പോഴും മിററിൽ നോക്കി നമ്മൾ കണ്ണിലോട് സംസാരിക്കാം. നമ്മളോട് യു ആർ സോ അമേസിങ് എന്ന് പറയാം. ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയാം. നമുക്കെല്ലാവർക്കും നമ്മളെക്കുറിച്ച് പുച്ഛമാണ്. സ്വന്തമായിട്ട് അനലൈസ് ചെയ്താൽ മിക്കവർക്കും പുച്ഛമാണ്. അങ്ങനെയല്ല, നമ്മൾ സോ പ്രൗഡാണ്. നമ്മളുടെ കുറച്ച് ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളുടെ 10 നമ്മൾ ചെയ്ത അച്ചീവ്മെൻറ്റ്സ്, നമ്മളുടെ 10 ക്വാളിറ്റീസ് എഴുതാം. അപ്പോൾ നമുക്ക് നമ്മളോടുള്ള ഒരു ഇത് വർദ്ധിക്കും. എല്ലാ ദിവസവും നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ 2 മക്കളാണുള്ളത്. എനിക്ക് 3 മക്കളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ മൂത്ത മോളെ ട്രീറ്റ് ചെയ്യുമായിരുന്നു, അതേപോലെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് എനിക്കിപ്പോൾ ഒരു ചോക്ലേറ്റ് കിട്ടി, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ 2 മക്കൾക്ക് മുറിച്ചു കൊടുക്കുന്നു. അങ്ങനെയല്ല, 3 മക്കളാണ്, ആദ്യത്തെ മകളാണ് ഞാൻ. ആ ഒരു രീതിയിൽ എന്നെ
ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്ത്, ഏറ്റവും കൂടുതൽ സ്നേഹിച്ച്, ഏറ്റവും കൂടുതൽ താലോലിച്ച് നോക്കാനുള്ളത് എന്നെ തന്നെയാണ്. അപ്പം നമ്മളെ ഒരു കൊച്ചുകുട്ടിയെ, എൻ്റെ ഒരു മൂത്ത മകളെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഞാൻ എന്നെ ട്രീറ്റ് ചെയ്യണം. എനിക്ക് എന്തൊരു സാധനം കിട്ടിയാൽ എൻ്റെ 2 മക്കൾക്ക് കൊടുക്കുന്നത് പോലെ എനിക്കും കൊടുക്കണം. അങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു വലിയ അതിശയമാണ്. ഞാൻ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അമേസിങ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് പ്രാക്ടീസ് ചെയ്താലേ അത് മനസ്സിലാകുള്ളൂ. ഞാനൊക്കെ വളരെ കോൺഫിഡൻസ് ഉള്ള ഒരാളായിരുന്നു. ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളല്ല. എനിക്ക് സെൽഫ് ലവ് അഫർമേഷൻ പ്രാക്ടീസിലൂടെയാണ് എൻ്റെ എല്ലാ തോട്ടുകളും മാറിയത്. എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായെന്ന് എനിക്കും എൻ്റെ കൂടെയുള്ള ഒത്തിരി പേരും എന്നോട് പറയാറുണ്ട്. എന്നെ പണ്ട് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിലൂടെ കാണുന്ന ഒത്തിരി പേര്, ഇപ്പോൾ നിങ്ങൾ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങളില്ല. ആ വ്യത്യാസത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്, സെൽഫ് അഫർമേഷനാണ്. ഈ ഒരു ടെക്നിക്കൊക്കെ ഞാൻ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ തന്നെ പറഞ്ഞും ട്രീറ്റ് ചെയ്തും നമ്മൾക്കൊരു സ്ഥാനം ഉണ്ടെന്നും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആകും. നമ്മളുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിഹാരവും കിട്ടും. ശരിക്കും വളരെ മനോഹരമായ ഒരു ലൈഫ് എല്ലാവർക്കും കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ. ആദ്യം നമ്മളെ സ്നേഹിക്കൂ. വേറൊരാൾ നമ്മളെ സ്നേഹിക്കേണ്ട കാര്യമില്ല. നമ്മൾ മറ്റുള്ളവർ നമുക്ക് സ്നേഹം തരണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുന്നേ നമ്മളെ സ്നേഹിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ പിറകെ വരും സ്നേഹവുമായിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.